സുമംഗലി സ്റ്റാർ ഹണ്ടിന്റെ പ്രേക്ഷകർക്ക് മുമ്പിലായി അടുത്തതായി എത്തുന്നു ആക്ടിംഗ് സീക്വൻസിൽ ഡ്യുവറ്റ് സീൻ റൗണ്ട്. അതിനുവേണ്ടി നമുക്ക് സ്വാഗതം ചെയ്യാം അഖില ആൻഡ് അർജുൻ ഭാസ്കർ. ഹലോ അർജുൻ. ഹായ് അഖില. അർജുൻ ആൻഡ് അഖില ഓൾറെഡി പെർഫോമൻസ് കഴിഞ്ഞു. ഇത് അടുത്തൊരു ലെവൽ കണ്ടന്റ് ചെയ്യാനാണ് എത്തിയിരിക്കുന്നത്. ഡ്യുവറ്റ് സീൻ റൗണ്ട് അല്ലേ? അപ്പം എന്താണ് നിങ്ങളുടെ ഒരു സീക്വൻസ്? എന്താണ് കണ്ടിട്ടൊരു എന്താ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണോ? പെണ്ണാണോ ചടങ്ങാണ്? മണവാളനാണല്ലേ? അതിന് ഗെറ്റപ്പൊക്കെ എന്തായാലും ഉണ്ട്. ആരെങ്കിലും കയ്യിലൊരു TV കൂടെ ഒരു റിക്വസ്റ്റ് വന്നേക്കാം. അപ്പൊ ശരി, നിങ്ങളുടെ സീൻ നമുക്ക് കാണാം. ഇരുന്നില്ല. ആലീസ് എവിടെ പഠിച്ചത്? ന്യൂ വിക്ടറിയില്. അതെവിടെയാ? അത് ഞങ്ങളുടെ അപ്പച്ചന്റെ റബ്ബറുകടയുടെ മുകളിലാ. പാരലൽ കോളേജ് ആണല്ലേ? അതെന്താ വേറെ നല്ല കോളേജിലൊന്നും പോകാണ്ടിരുന്നു? SSLC പാസ്സാവേണ്ട എങ്ങനെയാ കോളേജിൽ പോണത്? SSLC പാസ്സായിട്ടില്ല? 3-4 വട്ടം നോക്കി, ഒരു ഗ്രൂപ്പാ കിട്ടിയത്. പിന്നെ അപ്പച്ചൻ പറഞ്ഞു നിർത്തി വീട്ടിലിരിക്കാൻ. ഇപ്പൊ എന്താ ചിന്തിക്കുന്നത് ഞാൻ പറയട്ടെ? എന്താ? ഈ പഠിപ്പില്ലാത്ത പട്ടിക്കാട്ടുകാരി പെണ്ണിനെയാണല്ലോ കർത്താവെ എന്നോട് കെട്ടാൻ പറഞ്ഞേ എന്നല്ലേ? അതിന് മാത്രം എനിക്കെന്ത് യോഗ്യതയുള്ളൂ? എഞ്ചിനീയർ അല്ലേ? ആലീസ്, നീ വിവാഹം ഇഷ്ടമാണോ? അതായത് എന്നെ പോലെ ഒരാളെ ഇഷ്ടമാണെന്ന് ചോദിക്കുന്നത്. എന്നെ കുറിച്ച് കൂടുതലായിട്ട് ആലീസിന് അറിയണമെന്നില്ലേ? ഈ വിവാഹം എന്നൊക്കെ പറയുന്നത് ജീവിതാവസാനം വരെ തുടരേണ്ട ഒരു ബന്ധത്തിന്റെ ആരംഭം കുറിക്കില്ല. അപ്പോ വളരെ ആലോചിച്ച് നമ്മളൊരു തീരുമാനം എടുക്കാവൂ, അല്ലെങ്കിൽ പിന്നീട് പ്രയാസപ്പെടേണ്ടി വരും. എന്റെ അവസ്ഥ, ഞാനിപ്പോ ഒരു ബിഗ് സീറോയിലാണ് നിൽക്കുന്നു. എന്റെ കൂടെ ജീവിക്കാന്നൊക്കെ പറയുമ്പോ ആലീസ് ഓർക്കേണ്ടത് ഈ സീറോയിൽ നിന്നായിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. ആലീസ് ഇതുവരെ പരിചയപ്പെട്ട ജീവിതമൊന്നും ആയിരിക്കില്ല അത്. ഒരുപാട് ദുഃഖങ്ങളും ദുരിതങ്ങളൊക്കെ നിറഞ്ഞൊരു വഴി. അതിലൂടെ യാത്ര ചെയ്യാൻ തയ്യാറാണോ എന്നാണ് എനിക്കറിയേണ്ടത്. എനിക്കിഷ്ടാണ്. എന്ത്? ഞാനിതുവരെ പറഞ്ഞൊന്നും കേട്ടില്ലേ? ഇല്ല, ഞാൻ കണ്ടോണ്ടിരിക്കായിരുന്നു. ഈ മീശ കുറച്ചുകൂടെ കട്ടിക്ക് വെക്കായിരുന്നു. കണ്ണ് വളരെ ചെറുതായി പോയി. ഇത്രയോടെ വലിപ്പം ഉണ്ടായിരുന്നെങ്കിൽ താനി സണ്ണിക്കുട്ടിച്ചാൻ തന്നെ. അതാരാ? കരളിന്റെ കാതൽ. കഥയിലെയാ? വെറുതെ അല്ല SSLC പാസ്സാവണ്ടിരുന്നു. എന്നാ പറഞ്ഞേ? ഞാനൊന്നും ഇല്ലാത്തൊരു പാവ. എന്റെ കൂടെ ജീവിക്കാൻ തയ്യാറാണോ എന്നാണ് ഞാൻ ചോദിച്ചത്. ഈ പാവത്തര എനിക്കിഷ്ടായത്. അതല്ല, ജോർജ് കുട്ടി കെയർ ഓഫ് ജോർജ് കുട്ടി എന്ന സിനിമയിലെ രസകരമായ ഒരു രംഗമാണ് നിങ്ങൾക്ക് രണ്ടുപേർക്കൂടെ കിട്ടിയിരിക്കുന്നത്, അഖില ആൻഡ് അർജുൻ. അപ്പൊ എങ്ങനെ പെർഫോം ചെയ്യുന്നു നമുക്ക് നോക്കാം അല്ലേ? എന്തോന്നു, മണവാളന്റെ റോളിലാണ് പെണ്ണാണം വരുന്നു. എങ്ങനെ ചെയ്യും? അഖില കോൺഫിഡന്റ് ആണ്? ശരി, നമുക്ക് കാണാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഇരിക്കെ. അല്ല, ഇരുന്നില്ല. ആലിസ് എവിടെ പഠിച്ചേ? ഞാൻ ന്യൂ വിക്ടറി കോളേജില്. അതെവിടെയാ? അത് ഞങ്ങളുടെ അപ്പച്ചന്റെ റബ്ബർ കടയുടെ മുകളിലാണ്. ഓ, പാരൽ കോളേജ് അല്ലേ? അതെന്താ വേറെ നല്ല കോളേജിലൊന്നും നോക്കായിരുന്നേ? SSLC പാസ്സാവാതെ എങ്ങനെയാ കോളേജിൽ പഠിക്കണേ? അല്ല, SSLC പാസ്സായിട്ടില്ല? 1-2 പ്രാവശ്യം നോക്കി, ഒരു ഗ്രൂപ്പാ കിട്ടിയത്. പിന്നെ അപ്പച്ചൻ പറഞ്ഞു നിർത്തി വീട്ടിലിരുന്നോളെ. ഇപ്പൊ എന്താ ആലോചിക്കുന്നത് ഞാൻ പറയട്ടെ? എന്താ? ഈ പഠിപ്പില്ലാത്ത പട്ടിക്കാട്ടുകാരി പെണ്ണിനെയാണല്ലോ കർത്താവേ എന്നെ കൊണ്ട് കെട്ടിക്കാൻ നോക്കണേന്നല്ലേ? ഹേയ്, അങ്ങനെയൊന്നുമില്ല. അതിനു മാത്രം എനിക്കെന്ത് യോഗ്യതയല്ലേ?
എഞ്ചിനീയർ അല്ലേ? ആലിസിന് വിവാഹം ഇഷ്ടമാണോ? അതായത് എന്നെ പോലെ ഒരാളെ വിവാഹം കഴിക്കാൻ തയ്യാറാണോ ഞാൻ ചോദിച്ചേ. ആലിസിന് എന്നെ കുറിച്ച് ഒന്നും അറിയണമെന്നില്ലേ? അല്ല, ഈ വിവാഹം എന്നൊക്കെ പറയുമ്പോൾ ജീവിതാവസാനം വരെ തുടരേണ്ട ഒരു ബന്ധത്തിന്റെ ആരംഭം കുറിക്കല. അപ്പൊ നമ്മൾ വളരെ ആലോചിച്ചൊരു തീരുമാനം എടുക്കാവൂ, അല്ലെങ്കിൽ പിന്നീട് പ്രയാസപ്പെടേണ്ടി വരും. എൻ്റെ അവസ്ഥ, ഞാനിപ്പോൾ ഒരു ബിഗ് സീറോയിലാണ് നിൽക്കുന്നത്. എൻ്റെ കൂടെ ജീവിക്കുക എന്നൊക്കെ പറയുമ്പോൾ ആലീസ് ഓർക്കേണ്ടത് ഈ പറഞ്ഞ ഈ സീറോ എന്നായിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. അത് ആലീസ് ഇതുവരെ കണ്ടൊരു ജീവിതമൊന്നും ആയിരിക്കില്ല. ഒരുപാട് 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 ദുരിതങ്ങളും ദുഃഖങ്ങളൊക്കെ നിറഞ്ഞ ഒരു കൊച്ചു വീട്. അതിലൂടെ യാത്ര ചെയ്യാൻ തയ്യാറാണോ എന്നാണ് എനിക്കറിയേണ്ടത്. ഏയ്, എനിക്കിഷ്ടാണ്. എന്ത്? അപ്പോ ഞാൻ അതുവരെ പറഞ്ഞൊന്നും കേട്ടില്ലേ? ഇല്ല, ഞാൻ കണ്ടോണ്ടിരിക്കായിരുന്നു. ആ മീശയ്ക്ക് ഇച്ചിരി കൂടെ കട്ടി വെക്കായിരുന്നു. കണ്ണ് ചെറുതായി പോയി. ഇച്ചിരിയുടെ വലിപ്പമുണ്ടായിരുന്നെങ്കിൽ ശരിക്കും സണ്ണിക്കുട്ടി ചായൻ തന്നെ. അതാരാ? കരളിന്റെ കാതൽ. കഥയില് ഓ, വെറുതെ എസ്എൽസി പാസ്സാണ്ടിരുന്നു. എന്താ പറഞ്ഞേ? ഒന്നുമില്ല. ഞാനൊരു പാവ. എന്റെ കൂടെ ജീവിക്കാൻ തയ്യാറാണോ എന്നാണ് എനിക്കറിയേണ്ടത്. ഈ പാവത്തരാ എനിക്കിഷ്ടായ.